നമസ്കാരം. മലയാള സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടിയായിരുന്നു കാവ്യ മാധവൻ. അന്നും ഇന്നും കാവ്യയ്ക്ക് വലിയ ജനപ്രീതിയാണ് ലഭിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് നടി പല ഗോസിപ്പുകളിലും നിറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ സത്യമല്ലെന്ന് പിന്നീട് തെളിഞ്ഞു. ദിലീപും മഞ്ജു വാര്യരുമായിട്ടുള്ള വിവാഹമോചനത്തിന് പിന്നാലെ കാവ്യയും ദിലീപും വിവാഹിതരായി. ഇതോടെ മുൻപ് പ്രചരിച്ചിരുന്ന ഗോസിപ്പുകളൊക്കെ ശരിയായിരുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു. അന്നു മുതൽ കാവ്യയ്ക്കും ദിലീപിനുമെതിരെ ഗുരുതര അധിക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. വിമർശനങ്ങളെയും വിവാദങ്ങളെയും ഒക്കെ മറികടന്ന് സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് കാവ്യയും ദിലീപും ഇപ്പോൾ. ഇന്നും പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് കാവ്യ. അഭിനയത്തിൽ സജീവമല്ലെങ്കിലും കാവ്യയുടെ വിശേഷങ്ങൾ എന്നും ആരാധകർ ഏറെയാണ്. അത്രത്തോളം ആഴത്തിലുള്ള കഥാപാത്രങ്ങളെയാണ് കാവ്യ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ജനപ്രിയ നായകന്റെ ഭാര്യയായി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന കാവ്യ സമ്പൂർണ്ണ കുടുംബിനിയുടെ റോളിലാണ് ഇപ്പോൾ തിളങ്ങുന്നത്. ഒപ്പം ലക്ഷ്യ എന്ന സ്വന്തം ബ്രാൻഡ് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും കാവ്യ നടത്തുന്നുണ്ട്. ശാലിന സുന്ദരിയാണെന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് മലയാളിക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കാവ്യമാധവൻ എന്നാണ്. മലയാളികൾക്ക് കാവ്യയുടെ മുഖത്തോട് എന്നും ആരാധനയായിരുന്നു. വിടർന്ന കണ്ണുകളും മുല്ലമുട്ട് പോലുള്ള പല്ലുകളും മനോഹരമായ ചിരിയും നീളൻ മുടിയും ഒപ്പം കൈയടക്കമുള്ള അഭിനയം കൂടിയായപ്പോൾ കാവ്യയെ മനസ്സറിഞ്ഞ് മലയാളികൾ സ്നേഹിച്ചു. പൊതുവെ തടിച്ച ശരീരമുള്ള നായികമാർ മലയാളത്തിൽ കുറവാണ്. എന്നാൽ കാവ്യയുടെ വണ്ണമുള്ള ശരീരം ഒരിക്കലും അഭംഗിയായി ആർക്കും തന്നെ തോന്നിയിരുന്നില്ല. അഭിനയ സഭയിൽ മലയാളത്തിന്റെ മുഖശ്രീയായും മലയാള തനിമയുള്ള നായിക സങ്കല്പമായും നിറഞ്ഞു നിന്ന കാവ്യയുടെ ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പേസ്റ്റൽ ഗ്രീനും ഗോൾഡനും കലർന്ന നിറത്തിലുള്ള സൽവാറിൽ അതീവ സുന്ദരിയായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന കാവ്യയാണ് വീഡിയോയിലുള്ളത്. യുവനടി നിരഞ്ജന അനൂപിന്റെ നൃത്ത വിദ്യാലയവുമായി പുനർജനി സ്കൂൾ ഓഫ് ഡാൻസിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റ ചടങ്ങിൽ അതിഥിയായി കാവ്യയ്ക്കും ദിലീപിനും ക്ഷണമുണ്ടായിരുന്നു. ചടങ്ങിനായി ഒരുങ്ങിയിറങ്ങും മുമ്പ് പകർത്തിയ വീഡിയോയാണ് കാവ്യ പങ്കിട്ടത്. എന്നാൽ കാവ്യയുടെ പഴയ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടുവെന്നാണ് കമന്റുകൾ ഏറെയും. ശരീരഭാരം നടി ക്രമാതീതമായി കുറച്ചതിനാൽ മുഖത്തിന്റെ സ്വാഭാവിക ഭംഗി നഷ്ടപ്പെട്ടുവെന്നാണ് കമന്റുകൾ. കാവ്യ എന്തിനാണ് വണ്ണം കുറയ്ക്കുന്നത്? പഴയ ഭംഗിയെല്ലാം പോയി, പ്രായം തോന്നിക്കും, ഇനി ഇത് ചെയ്യരുത്. ഒരുപാട് ശരീരഭാരം കുറഞ്ഞാൽ ഭംഗിയില്ല. ആ പഴയ ചെറിയ ചുരുണ്ട മുടിയായിരുന്നു ഭംഗി. ആ മുടി വളർത്തിയ കാവ്യ എന്നും ഓർമ്മയിൽ. പഴയ കാവ്യ മിസ് ചെയ്യുന്നു. ഹെയർ സ്റ്റൈൽ മാറ്റി നോക്കൂ, മോഡേൺ വസ്ത്രങ്ങളും പരീക്ഷിക്കൂ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. ആ മുടി വളർത്തിയ കാവ്യ എന്നും ഓർമ്മയിൽ. പഴയ കാവ്യ മിസ് ചെയ്യുന്നു. ഹെയർ സ്റ്റൈൽ മാറ്റി നോക്കൂ, മോഡേൺ വസ്ത്രങ്ങളും പരീക്ഷിക്കൂ എന്നിങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ. എന്നാൽ താരം തടി കുറച്ചതിനെയും വിമർശിക്കുന്നവർ നിരവധിയാണ്. മഞ്ജുവിനെ തോൽപ്പിക്കാൻ വേണ്ടി നോക്കിയതാണോ എന്നുള്ള കമന്റുകളും വരുന്നുണ്ട്. മഞ്ജുവിന്റെ മേക്ക് ഓവർ എല്ലാവരെയും ഞെട്ടിപ്പിച്ചതായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു കാവ്യയുടെ മേക്ക് ഓവറും. കാവ്യ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നു. ഇതെല്ലാം നിരവധി ആളുകളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കാവ്യയുടെ ഈ വീഡിയോ വിമർശകർക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. കാരണം മഞ്ജുവിന്റെ അതേ സ്റ്റൈൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണോ കാവ്യ എന്ന തരത്തിലാണ് നിരവധി പേർ കമന്റ് ചെയ്യുന്നത്. ഇത്തരം വിമർശകർക്ക് കാവ്യയുടെ ആരാധകർ തന്നെ കമന്റ് നൽകുന്നുമുണ്ട്. എന്നാൽ ഈ വിമർശനങ്ങളെല്ലാം അകറ്റിക്കൊണ്ട് ലക്ഷ്മി മോഡലായി കാവ്യമാധവൻ എപ്പോഴും ഉണ്ട്. ലക്ഷ്മിക്ക് മോഡലായി ഇടയ്ക്ക് മീനാക്ഷിയും മഹാലക്ഷ്മിയും പ്രത്യക്ഷപ്പെടാറുമുണ്ട്. അഭിനയത്തിലേക്ക് തിരിച്ചു വരണമെന്നും നടിയോട് ചിലർ കമന്റ് ബോക്സിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 25 വർഷം നീണ്ട കരിയറിൽ ഒട്ടനവധി ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട് കാവ്യ. അതോടൊപ്പം മികച്ച നടിക്കുള്ള ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടി. 1991 പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി മലയാള സിനിമയിൽ ഹൈശ്രീ കുറിച്ച കാവ്യമാധവൻ 1999 ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നായികയായത്. പിന്നീട് കാവ്യയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടുമില്ല.